ഇന്നത്തെ ജനത പാപം ചെയ്തവരാണ്. അവർ ചെയ്ത പാപത്തിന്റെ ഫലമായിരുന്നു ലോകം മുഴുവൻ അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. ഒടുവിൽ ഫലസ്തീൻ ജനതയുടെ കണ്ണീര് വീണ് ആ മണ്ണ് സ്വന്തമാക്കുക വഴി അവർ വീണ്ടും പാപം ചെയ്തു. ഫലസ്തീൻ ജനതയുടെ മണ്ണ് അവർക്ക് തന്നെ വിട്ടു നൽകണം. ജൂതന്മാരാണ് അവിടെ നിന്നും പോകേണ്ടത്. അവരും അവരുടെ സയനിസ്റ്റ് പ്രസ്ഥാനവുമായിരുന്നു നശിക്കേണ്ടിയിരുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇസ്രയേലിന്റെ ശത്രുരാജ്യം പറഞ്ഞതൊന്നുമല്ല. ഇസ്രയേലിന്റെ പതാക കത്തിക്കുകയും ജൂതരാഷ്ട്രത്തെ ഒരിക്കലും അംഗീകരിക്കാനും തയ്യാറാക്കാത്ത ഒരു ജനതയുടെ വാക്കുകളാണ് ഇത്. ഇസ്രയേൽ എന്ന രാജ്യം അംഗീകരിക്കാത്ത ജൂതന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ജൂതനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ജെറുസലേമിലെ മിയാം ഷെരീം പ്രദേശം കാലങ്ങളായി ഇസ്രയേലി പോലീസിന് ഇഷ്ടമില്ലാത്തൊരു പ്രദേശമാണ്. ഇസ്രയേലിന്റെ മണ്ണെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെ നിലനിൽക്കുന്ന ഫലസ്തീൻ സ്നേഹമാണ് ഇസ്രയേലി പോലീസിനെ ചൊടിപ്പിക്കാറുള്ള പ്രധാന ഘടകം. ഈ പ്രദേശത്തെ കെട്ടിടങ്ങളും വീടുകളും പ്രത്യക്ഷപ്പെടുന്ന ഫലസ്തീൻ പതാകകളും ചുവർ ചിത്രങ്ങളും ഇല്ലാതാക്കലാണ് പോലീസിന്റെ പ്രധാന പണി തന്നെ. ഫലസ്തീനാണിതെന്ന് വിളിച്ചു പറയുന്ന ജൂതരാഷ്ട്രം നശിച്ചു പോകട്ടെ എന്ന് ജൂതന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുന്ന ജൂതന്മാരാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം തോന്നുമോ? പക്ഷേ ഞാൻ പറയുന്നത് വസ്തുതയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആരംഭിച്ച സംഘർഷത്തിന്റെ അലയൊലികൾ വിട്ടുമാറാത്ത ഭൂമികയാണ് ഇന്നത്. ഇസ്രയേൽ സൈന്യം ഗാസയിലും ലെബനനിലും ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾ വിളിച്ചു പറയുന്നവരെ ഭയന്നാണ് നെതന്യാഹുവിന്റെ ജൂത പോലീസ് ഈ പ്രദേശത്ത് റെയ്ഡ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഫലസ്തീന്റെ പതാക ഏന്തിയവരും ഇസ്രയേലിനെ തെറി വിളിച്ചവരും ഒക്കെ ഇന്ന് ജയിലിലാണ് കിടക്കുന്നത്. മാത്രവുമല്ല, ഇസ്രയേലി സൈന്യം സഞ്ചരിച്ചിരുന്ന ബസ് കഴിഞ്ഞ മാസം ഈ പ്രദേശത്ത് വെച്ച് ചിലർ തടയുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ചില ആക്രമണ സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ ജൂതന്മാർ തന്നെയാണ് എന്നതാണ് ഇവിടെ രസകരമായ ഒരു യാഥാർത്ഥ്യം. നാറ്റു റെയ്ക്കാട്ട എന്ന ഹാരുതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ജൂതന്മാരാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ടും ജീവിക്കുന്നത്. സൈനിസവും ഇസ്രയേൽ എന്ന രാജ്യവും ജൂതമത വിശ്വാസത്തിന് എതിരാണെന്നാണ് അവരുടെ പ്രധാന വിശ്വാസം. അതിനാൽ തന്നെ വോട്ട് ചെയ്യുകയോ സർക്കാർ ജോലികൾ സ്വീകരിക്കുകയോ സർക്കാർ സഹായം സ്വീകരിക്കുകയോ ഇവർ ചെയ്യുന്നില്ല. ഇസ്രയേൽ രാജ്യം ഇല്ലാതാക്കി ഭൂമി മുഴുവൻ ഫലസ്തീനുകൾക്ക് നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പോലും. ലോകമെമ്പാടും പരന്നുകിടന്ന ജൂതന്മാരെ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിലേക്ക് അടുപ്പിച്ച സയനിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാതെ ഈ കഥ അപൂർവമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ സയനിസ്റ്റ് പ്രസ്ഥാനത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ജൂതന്മാർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി കരുതുന്ന ഫലസ്തീനിൽ ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് ഈ സയനിസം. അറബ് ഭൂരിപക്ഷ മേഖലയായ ഫലസ്തീനിലേക്ക് യഹൂദർ കുടിയേറുന്നതിനെയാണ് സയനിസം പ്രോത്സാഹിപ്പിക്കുന്നത്. ആധുനിക ഇസ്രയേലിന്റെ പിറവിയിലേക്ക് നയിച്ച പ്രസ്ഥാനം കൂടിയാണ് ഈ സയനിസം. ജെറുസലേം എന്നർത്ഥം വരുന്ന സിയോൺ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് സയനിസം എന്ന പദം ഉത്ഭവിച്ചത്. ലോകമെമ്പാടും വ്യാപിച്ചു കിടന്ന ജൂതന്മാരെ തിരികെ തന്റെ മണ്ണിലേക്ക് വിളിച്ചതിൽ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പങ്ക് നിർണായകമാണ്. ജൂതന്മാരിൽ 40% ഇന്ന് ഇസ്രയേലിലാണ് ജീവിക്കുന്നത്. ഇസ്രയേലോട്ടുള്ള കുടിയേറ്റത്തെ ആലിയ എന്നും ഇസ്രയേലിൽ നിന്നുള്ള തിരിച്ചുപോകിനെ യരീദ അതേ ഇറക്കം എന്നും വിളിക്കുന്നുണ്ട്. 3200 വർഷം മുൻപ് ജൂതരാഷ്ട്രം ഉടലെടുത്ത ഫലസ്തീൻ പ്രദേശത്ത് ഇസ്രയേൽ രൂപവൽക്കരിക്കണമെന്ന ആശയം സിയോണിസ്റ്റുകൾ ഉയർത്തുന്നുണ്ട്. ഹംഗേറിയൻ പത്രപ്രവർത്തകനായിരുന്ന തിയോഡർ ഹെഡ്സൽ ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. നെതുരെ കാർത്തയിലെ അംഗങ്ങൾ ഹംഗേറിയൻ ജൂതന്മാരുടെയും ലിത്വാനിയയിൽ ജൂതന്മാരുടെയും പിൻഗാമികളാണ്. ഇവർ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജെറുസലേമിൽ സ്ഥിരതാമസമാക്കിയ ഗിൽ ഓഫ് വിൽനയിലെ വിദ്യാർത്ഥികളായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പഴയ നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി നഗരത്തിന്റെ മതിലുകൾക്കപ്പുറം മറ്റ് പ്രദേശങ്ങളിലേക്ക് അവരുടെ പൂർവികർ പലായനം ചെയ്തു. ബറ്റെ അൻഗാരിൻ, മഹാഷിരി പ്രദേശങ്ങളിലാണ് ഈ സമൂഹം ഇന്ന് കഴിയുന്നത്. ഓട്ടമൻ നിയന്ത്രണത്തിലുള്ള ഫലസ്തീനിൽ യഹൂദ പരമാധികാരം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന സയനിസത്തിന്റെ പുതിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അക്കാലത്ത് അവർ ശക്തമായി എതിർത്തിരുന്നു. പ്രധാനമായും മതേതരമായ പുതിയ വരവുകളോട് അവർ നീരസം പ്രകടിപ്പിച്ചു. യഹൂദ മിശിഹായാൽ മാത്രമേ യഹൂദരുടെ വീണ്ടെടുപ്പ് സാധ്യമാകൂ എന്നായിരുന്നു ഇവരുടെ വിശ്വാസം. റാബി അമ്രാം ബ്ല, റബ്ബി അഹറോൻ, കാറ്റേൽസെൽ നുബോജൻ എന്നിവരാണ് നെതുരെ കാർത്ത സ്ഥാപിച്ചത്. ജെറുസലേമിലെ മെഹ് ഷിയറിം സ്വദേശിയായിരുന്നു റാബി ബ്ല. ബ്രിട്ടീഷ് മാഡറ്റ്സ് കാലഘട്ടത്തിൽ അഗദത്ത് ഇസ്രയേലിൽ സജീവമായിരുന്നു. 1930കളോടെ അഗൂഢ സയനിസ്റ്റ് പ്രസ്ഥാനത്തോട് കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാവുന്നതും താമസ സൗകര്യപ്രദവുമായ സമീപനം സ്വീകരിക്കാൻ തുടങ്ങി. ഇത് 1937 അഗൂഡയുമായും കോഫ ഔൺ ഷ്രവത്ത് ഹജയുമും പിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തി. അന്നു മുതൽ ഈ പ്രസ്ഥാനം നെതുരെ കാർത്ത എന്നാണ് അറിയപ്പെട്ടത്. ഇവർ സയനിസ്റ്റ് പ്രസ്ഥാനത്തോടും ഇന്നത്തെ ഇസ്രയേലിനോടുമുള്ള വെറുപ്പ് മനസ്സിലാക്കുന്നതിനായി 2013 ഉണ്ടായ ഒരു സംഭവകഥ ഞാനിവിടെ വിവരിക്കാം. കഴിഞ്ഞ കുറേ വർഷമായി തന്നെ ഇസ്രയേലിന്റെ പ്രധാന ശത്രുവാണല്ലോ ഈ ഇറാന്.
ഇറാനുമായി ഇന്നും സമവായത്തിലെത്താൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അടുത്ത വർഷങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെ വളരെ വഷളാവുകയാണ് ചെയ്തിരുന്നത്. ഇസ്രയേലും ഇറാനും വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന വൈര്യത്തിൽ ഇറാനൊപ്പം നിന്നവർ കൂടിയാണ് ഈ വിഭാഗക്കാർ. ഇറാന് വേണ്ടി ചാരപ്പണി ചെയ്യാൻ ശ്രമിച്ചു എന്നാരോപിച്ച് 2013 ജൂലൈയിൽ നെതുറെ കർത്തയിൽ 46-കാരനെ ഇസ്രയേൽ രഹസ്യ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ പതാക ഉയർത്തുന്നതിനൊപ്പം തന്നെ ഇസ്രയേലിന്റെ പതാക കത്തിക്കാനും അവർ ഒട്ടും മടി കാണിച്ചിട്ടില്ല. ലണ്ടൻ, ബ്രൂക്ലിൻ, ജെറുസലേം തുടങ്ങിയ നഗരങ്ങളിലെ ആഘോഷങ്ങളിൽ നെതുറെ കാർത്ത അംഗങ്ങൾ പതിവായി ഇസ്രയേലി പതാകകൾ കത്തിച്ചിട്ടുണ്ട്. ജെറുസലേമിലെ ഏറ്റവും ശക്തമായ ജൂത മതകേന്ദ്രമാണ് ഇന്ന് മിയാംശേരി. കറുത്ത നിറത്തിലുള്ള കോട്ടുകളും തൊപ്പികളും ധരിച്ചാണ് ഭൂരിപക്ഷം പേരും ഇവിടെ പുറത്തിറങ്ങാറുള്ളത്. ഇസ്രയേലിൽ നിന്ന് വ്യത്യസ്തമായി ഹിബ്രുവിന് പകരം ഈദിഷ് ഭാഷയാണ് ഭൂരിപക്ഷം പേരും സംസാരിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ മധ്യ യൂറോപ്പിൽ രൂപം കൊണ്ട പടിഞ്ഞാറൻ ജർമ്മൻ ഭാഷയാണിത്. 1948 ആധുനിക ഇസ്രയേൽ രാഷ്ട്രം രൂപീകൃതമായതിനു ശേഷം ഇസ്രയേൽ ഗവൺമെന്റിനെയോ അതേപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തെയോ അംഗീകരിക്കാൻ നെറ്റോരി കാർത്ത വിസമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെറുസലേമിന്റെ മതേതരവൽക്കരണം, അൾട്രാ ഓർത്തഡോക്സ് അയൽപ്പക്കങ്ങളിലെ ശബ്ദലംഘനം, പൊതുലിംഗഭേദം എന്നിവയ്ക്കെതിരെ അവർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം നെറ്റോരി കാർത്ത അറബ് ലോകത്ത് സൗഹൃദ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ തുടങ്ങി. 1969 ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറത്ത് ഇസ്രയേലിനെ പ്രതിഷേധിച്ച സംഘം 1970 പുതിയ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായി സമാനമായി പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. പിന്നീട് നെറ്റോരി കാർത്ത നേതാവ് മോഷെ ഹിർഷ് PLO നേതാവ് യാസിർ അറാഫത്തുമായി ചങ്ങാത്തത്തിലായി. പല ഇസ്രയേലികളും അവരുടെ പൊതുശത്രുവായി കണ്ടിരുന്ന വ്യക്തിയെയായിരുന്നു ഇവർ ചങ്ങാത്തത്തിന് വിളിച്ചത്. $30,000 പ്രതിമാസ ശമ്പളം ലഭിക്കുന്ന ജൂതകാര്യ മന്ത്രിയുടെ പ്രതീകാത്മക സ്ഥാനത്തേക്ക് ഹർഷിനെ അറാഫത്ത് നിയമിക്കുകയാണ് പിന്നീടുണ്ടായത്. 2004 ഫ്രാൻസിലെ പാരീസിലെ പെർസി മിലിറ്ററി ഹോസ്പിറ്റലിന് പുറത്ത് അറാഫത്തിനായുള്ള പ്രാർത്ഥനാ ജാഥയിൽ 2 നെറ്റോരി കാർത്ത അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഈ നടപടി മറ്റ് പല ഓർത്തഡോക്സ് ജൂത സംഘടനകളെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു. യഹൂദന്മാരിൽ നിന്നും വ്യത്യസ്തമാണ് ഇവരുടെ വിശ്വാസം പോലും. യോം ടോവിന്റെ മുസഫ് ഷൊമോണ എസ്രയിൽ പറഞ്ഞിരിക്കുന്നത് നെറൂട്ടി കാർത്ത ഊന്നി പറയുന്നുണ്ട്. ജൂതൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിമിത്തം ജൂതന്മാർ ഇസ്രയേൽ നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോയി. കൂടാതെ ഇസ്രയേൽ ദേശത്തെ ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിലൂടെ തിരിച്ചുപിടിക്കുന്നത് ദൈവഹിതത്തിന്റെ ലംഘനമാണെന്ന വീക്ഷണമാണ് അവർക്കുള്ളത്. യഹൂദർക്ക് ഇസ്രയേൽ ദേശം പുനഃസ്ഥാപിക്കുന്നത് മിശിഹായുടെ വരവോടെ മാത്രമേ സംഭവിക്കൂ എന്നാണ് അവരുടെ വിശ്വാസം പോലും. വർത്തമാനകാലത്ത് നെറ്റോരി കാർത്ത പരമാധികാര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നിരുന്നാലും മിശിഹായുടെ വരവോടെ വിശുദ്ധ ഭൂമിയിൽ സമ്പൂർണ്ണ ജൂത ആധിപത്യം സൃഷ്ടിക്കാമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഫലസ്തീന്റെ യഥാർത്ഥ തലസ്ഥാനമാണ് ജെറുസലേമെന്ന് നെറ്റോരി കാർത്തയുടെ റബ്ബിയായ ഷിമോൻ റോത്ത് പറയുന്നുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം തന്നെ ദൈവവിരുദ്ധമാണ്, ഞങ്ങൾക്കും കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സയനിസ്റ്റുകൾ പറയുന്നത്. അവരുടേതല്ലാത്ത ഇസ്രയേൽ എന്ന വാക്ക് പോലും അവർ ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ സയനിസ്റ്റുകളുടെ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടൽ ഞങ്ങളുടെ ലക്ഷ്യമാണ്. തോറ ഉയർത്തിപ്പിടിക്കാനുള്ള ദൈവവുമായുള്ള ഉടമ്പടിയാണ് ഈ ജൂതമതം. US-ലെ നാറ്റുറൈ കാർട്ടയുടെ വക്താവായ റബ്ബി ഈർസോയിൽ ഡേവിഡ് വൈസ് പറയുന്നത് ഇങ്ങനെയാണ്: സയനിസം ജൂതമതത്തെ ദേശീയവാദത്തിലേക്ക് ചുരുക്കിക്കെട്ടുകയാണെന്നാണ് ഇസ്രോയിൽ ഡോവിസ് വൈസ് പറയുന്നത്. 2011 ഇറാനിയൻ പ്രസിഡന്റായിരുന്ന മഹ്മൂദ് അഹ്മദി നജാദുമായി ഇസ്രോയിൽ ഡേവിസ് വൈസ് കൂടിക്കാഴ്ച നടത്തിയത് വലിയ ചർച്ചയായിരുന്നു. അക്കാലത്ത് തന്നെ പ്രമുഖരായ ഹിസ്ബുള്ള നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സയനിസ്റ്റ് പദ്ധതിയെ തകർക്കാനുള്ള ഇറാന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയാണ് ഇവർ നൽകിയത്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇസ്രയേൽ എന്ന രാഷ്ട്രം ജൂതന്റേതാണെന്ന് പറയുമ്പോഴും അത് ജൂതൻ അവകാശപ്പെട്ടതല്ലെന്നും അത് ഫലസ്തീൻകാർക്ക് വിട്ടു നൽകണമെന്നും ആഗ്രഹിക്കുന്ന ജൂത വിഭാഗം. ഇവരുടെ കഥ എല്ലാവരും അറിയണ്ടേ? അതിനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.